തുടങ്ങാം. അനീഷേ, എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണവും അധ്യാപകരുടെ നിയമന അംഗീകാരവും സംബന്ധിച്ചുള്ള സർക്കാരിൻ്റെ നിലപാട്. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണവും അധ്യാപകരുടെ നിയമന അംഗീകാരവും സംബന്ധിച്ചുള്ള സർക്കാരിൻ്റെ നിലപാട്. 1995-ലെയും 2016-ലെയും ഭിന്നശേഷി നിയമങ്ങൾ അനുസരിച്ച് എയ്ഡഡ് സ്കൂളുകളിൽ സംവരണം നടപ്പിലാക്കുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. 2018 നവംബർ 18 മുതൽ 2021 നവംബർ 8 വരെയുള്ള കാലയളവിൽ നിയമിക്കപ്പെട്ടവർക്ക് ശമ്പള സ്കെയിലിൽ പ്രൊഫഷണലായും അതിനുശേഷം നിയമിക്കപ്പെട്ടവർക്ക് ദിവസവേതന അടിസ്ഥാനത്തിലും നിയമനം നൽകാനാണ് കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. ഭിന്നശേഷിക്കാർക്ക് നിയമനം നൽകിക്കഴിഞ്ഞു. കൂടാതെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട യോഗ്യരായ 431 ഉദ്യോഗാർത്ഥികൾക്ക് കൂടി 2026 ജനുവരി മാസം 24-ന് നിയമന ശുപാർശ നൽകിയിട്ടുണ്ട്. നായർ സർവീസ് സൊസൈറ്റിക്ക് അനുകൂലമായി സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി സമാന സാഹചര്യത്തിലുള്ള മറ്റ് മാനേജ്മെൻറ്റുകൾക്കും ബാധകമാക്കണമെന്നാണ് സർക്കാരിൻ്റെ നയം. ഇതിനായി സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ജയ്ദീപ് ഗുപ്ത, ജയന്ത് മുത്തുരാജ് തുടങ്ങിയ മുതിർന്ന അഭിഭാഷകരെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് കേസ് വാദിക്കുന്നതിന് വേണ്ടി. എന്നാൽ ഭിന്നശേഷി സംവരണത്തിൽ NSSന് അനുകൂലമായ വിധി തങ്ങൾക്കും ബാധകമാക്കണമെന്ന് ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്ന കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകളും മറ്റ് മാനേജ്മെൻറ്റുകളും കോടതിയിൽ സർക്കാരിനെ പിന്തുണയ്ക്കുവാൻ അഭിഭാഷകരെ നിയോഗിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഫലത്തിൽ സുപ്രീം കോടതിയിൽ ഈ വിഷയത്തിൽ സർക്കാർ ഒറ്റപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ 29 സ്പെഷ്യൽ ലീവ് പെറ്റീഷനുകളിലായി 442 പേർ സുപ്രീം കോടതിയിൽ ഇതിനെതിരായി ഹർജി നൽകിയിട്ടുണ്ട്. ഈ ഹർജിക്കാരായ അധ്യാപകരും ചില ഭിന്നശേഷി സംഘടനകളും സർക്കാരിൻ്റെ ആവശ്യത്തെ കോടതിയിൽ എതിർത്തതുകൊണ്ടാണ് കേസ് 2026 ഏപ്രിൽ മാസം 14-ലേക്ക് മാറ്റിവെച്ചത്. കോടതിയിൽ സർക്കാരിൻ്റെ നീക്കങ്ങളെ എതിർത്ത ഈ ഹർജിക്കാർക്ക് സുപ്രീം കോടതിയുടെ പ്രത്യേക അനുമതിയില്ലാതെ ആനുകൂല്യങ്ങൾ നൽകുന്നത് കോടതി ലക്ഷ്യമാകുന്നതിനാൽ സർക്കാർ ജാഗ്രത പുലർത്തുന്നുണ്ട്. സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂൾ മേഖലയിൽ ആകെ 5729 മാനേജ്മെൻറ്റുകൾ ഉണ്ടെന്നും ഭിന്നശേഷി വിഭാഗത്തിനായി 5788 തസ്തികകൾ നീക്കിവെക്കേണ്ടതുണ്ടെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. നിലവിൽ 6230 പേർ പ്രൊഫഷണലായും 17729 പേർ ദിവസവേതന അടിസ്ഥാനത്തിലും ജോലി ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് ടോട്ടൽ വരും. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് ഉണ്ടാകുന്നതോടെ പ്രൊഫഷണൽ ദിവസവേതന അടിസ്ഥാനത്തിൽ തുടരുന്ന എല്ലാ അധ്യാപകർക്കും അവരുടെ നിയമന തീയതി മുതൽ തന്നെ സ്ഥിരം നിയമനം നൽകുവാൻ സാധിക്കുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. UID സംസ്ഥാന സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ തസ്തിക നിർണയ നടപടികൾ കൂടുതൽ സുതാര്യവും കൃത്യവുമാക്കുന്നതിനായി 2013 നവംബർ 29 ഉത്തരവ് പ്രകാരം UID അടിസ്ഥാനമാക്കിയുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു. വ്യാജ അഡ്മിഷൻ വഴി പൊതു ഖജനാവിൽ ഉണ്ടാകുന്ന വൻ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു നയപരമായ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. 6-ാം പ്രവൃത്തി ദിനത്തിൽ പ്രവേശനം നേടുന്ന UID ഉള്ള കുട്ടികളുടെ എണ്ണമാണ് തസ്തിക നിർണയത്തിന് പരിഗണിക്കേണ്ടതെന്ന് 2022 KER ചട്ട ഭേദഗതിയിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആധാർ അടിസ്ഥാനമാക്കിയുള്ള ഈ തസ്തിക നിർണയ രീതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും സുപ്രീം കോടതിയും വിവിധ ഘട്ടങ്ങളിൽ ശരിവച്ചിട്ടുള്ളതാണ്. നിലവിൽ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കുട്ടികൾക്ക് സാധുവായ UID ലഭ്യമാണ്. എങ്കിലും UID ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരിടത്തും കുട്ടികൾക്ക് പ്രവേശനമോ മറ്റ് ആനുകൂല്യങ്ങളോ നിഷേധിക്കുന്നില്ലെന്നും ഈ നിബന്ധന തസ്തിക നിർണയത്തിന് മാത്രമാണെന്നും സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. UID ലഭിക്കുന്നതിലുണ്ടായ സാങ്കേതിക തടസ്സങ്ങൾ പരിഗണിച്ച് തസ്തിക നിർണയ നടപടികൾ പൂർത്തിയാക്കുന്നതിനായി ഇൻവാലിഡ് ആയ UIDകൾ വാലിഡാക്കി അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സമയപരിധി
2025 ആഗസ്റ്റ് മാസം 20 വരെ ദീർഘിപ്പിച്ച് നൽകിയിരുന്നു. ഇതിനു പുറമെ കഴിഞ്ഞ ജൂലൈ മാസം 14 വരെ വാലിഡ് UID ലഭിച്ചവർക്കും അപേക്ഷിച്ചിട്ടും എൻറോൾമെൻറ്റ് ID മാത്രം ലഭിച്ചവർക്കും ഇളവ് നൽകിക്കൊണ്ട് ഇന്നലെ 4/2/2026 പുതിയ ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ഉത്തരവ് പ്രകാരം 2025-26 അധ്യയന വർഷത്തെ തസ്തിക നിർണയ നടപടികൾ ഒരു മാസത്തിനകം പൂർത്തിയാക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. ഇതിലൂടെ PSC റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്കും എയ്ഡഡ് സ്കൂളുകളിൽ നിയമനം കാത്തിരുന്നവർക്കും കൂടുതൽ തൊഴിലവസരങ്ങൾ വേഗത്തിൽ ലഭ്യമാവും. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 24,400 പേർക്ക് PSC വഴിയും 15,514 പേർക്ക് എയ്ഡഡ് സ്കൂളുകളിലും നിയമനം നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുവാൻ സർക്കാർ ശ്രമിച്ചിട്ടുണ്ട്. എയ്ഡഡ് സ്കൂളിൽ അധ്യാപകരുടെ സംരക്ഷണം സംബന്ധിച്ച് ഇതെല്ലാം ഒരുപാട് നാളുകളായി കെട്ടിക്കിടന്ന പ്രശ്നങ്ങളാണ്, പരിഹാരം കാണാതെ കിടന്ന വിഷയങ്ങളാണ്. നിയമന അംഗീകാരം ലഭിച്ച അധ്യാപകർക്ക് സംരക്ഷണം അനുവദിക്കുന്നത് സംബന്ധിച്ച നടപടികൾ നിലവിൽ 2014-15 അധ്യയന വർഷം വരെ നിയമിക്കപ്പെട്ട അധ്യാപകർക്ക് മാത്രമാണ് തസ്തിക നഷ്ടപ്പെടുമ്പോൾ സംരക്ഷണത്തിന് അർഹതയുള്ളത്. 2015-16 മുതൽ നിയമിക്കപ്പെട്ടവർക്ക് നിലവിൽ സംരക്ഷണത്തിന് അർഹതയില്ലാത്തതിനാൽ കുട്ടികളുടെ കുറവ് മൂലം തസ്തിക നഷ്ടപ്പെട്ടാൽ അവർ സർവീസിൽ നിന്ന് പുറത്തു പോകേണ്ട അവസ്ഥയാണുള്ളത്. പുറത്തുപോയ ജീവനക്കാരുടെ ലഭ്യമായ കണക്കുകൾ പ്രകാരം 2015-16 മുതൽ 2021-22 വരെയുള്ള കാലയളവിൽ നിയമന അംഗീകാരം ലഭിക്കുകയും എന്നാൽ സംരക്ഷണം ഇല്ലാത്തതിനാൽ സർവീസിൽ നിന്ന് പുറത്താവുകയും ചെയ്ത ജീവനക്കാരുടെ എണ്ണം 242. അതിൽ അധ്യാപകർ 228, LP 53, UP 73, HS 103, അനധ്യാപകർ 14 പേരുമാണ്. 9 വർഷത്തോളം സർവീസുള്ള അധ്യാപകർ വരെ ഇത്തരത്തിൽ പുറത്തു പോകേണ്ടി വരുന്നത് വിവിധ അധ്യാപക സംഘടനകൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ 2015-16 മുതൽ 2021-22 വരെ നിയമനാംഗീകാരം ലഭിച്ചവർക്ക് കൂടി സംരക്ഷണം അനുവദിക്കുന്നത് സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കുകയാണ്. ഇത് നടപ്പിലാക്കുന്നതിലൂടെ ഏകദേശം 15 കോടി രൂപയുടെ അധിക സാമ്പത്തിക ബാധ്യത കണക്കാക്കുന്നുണ്ട്. വിഷയം വിശദമായി പരിശോധിക്കുന്നതിൻ്റെ ആദ്യ നടപടിയായി ധനകാര്യ വകുപ്പിനെ അഭിപ്രായം തേടിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ ധനകാര്യ വകുപ്പിൻ്റെ അഭിപ്രായം ലഭിക്കുന്ന മുറയ്ക്ക് അധ്യാപകരുടെ താൽപ്പര്യം സംരക്ഷിക്കുന്ന രീതിയിലുള്ള അന്തിമ തീരുമാനം സർക്കാർ കൈക്കൊള്ളുന്നതാണ്. ലാസ്റ്റ് പരീക്ഷ കഴിയുന്നതിന് മുമ്പ് തന്നെ പാഠപുസ്തകം കൊടുക്കുകയാണ്, യൂണിഫോം കൊടുക്കുകയാണ് അടുത്ത വർഷത്തേക്കുള്ള. 2026-27 അധ്യയന വർഷത്തെ പാഠപുസ്തക അച്ചടിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ 2025 സെപ്റ്റംബർ മാസം തന്നെ ആരംഭിക്കുകയും സ്റ്റോർ പർച്ചേസ് മാനദണ്ഡം അനുസരിച്ച് പാഠപുസ്തക അച്ചടി പേപ്പർ പർച്ചേസ് ചെയ്യുന്നതിനായി സ്റ്റേഷനറി വകുപ്പിനെയും പാഠപുസ്തക അച്ചടി KBPSനെയും ചുമതലപ്പെടുത്തുകയും പാഠപുസ്തക അച്ചടിക്കായുള്ള പേപ്പർ പർച്ചേസ് ചെയ്യുന്നതിനായി 111,43,48,12 രൂപയുടെ ഭരണാനുമതി നൽകുകയും ചെയ്തിരുന്നു. ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷനറി വകുപ്പ് അച്ചടിക്ക് ആവശ്യമായ 5 തരം പേപ്പർ, 2 തരം കാർഡ് എന്നിവ KBPS വാങ്ങി നൽകുന്നതിനായി ഈ ടെൻഡർ ക്ഷണിക്കുകയും പേപ്പർ ആൻഡ് ബോർഡ് ലിമിറ്റഡിൽ നിന്നും പേപ്പർ തമിഴ്നാട് ന്യൂസ് പ്രിൻ്റ് ആൻഡ് പേപ്പേഴ്സിൽ നിന്നും കാർഡിനങ്ങളും വാങ്ങുന്നതിനായി ആകെ 92,92,20,076 രൂപയുടെ പർച്ചേസ് അനുമതി നൽകുകയും ചെയ്തിരുന്നു. പാഠപുസ്തക അച്ചടി 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള ഇൻഡൻറ്റിങ് 2025 ഡിസംബർ മാസം ആദ്യവാരം തന്നെ പൂർത്തിയാവുകയും 2025 ഡിസംബറിൽ അവസാന വാരത്തോടെ KBPSന് അച്ചടി ഉത്തരവ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒന്നാം വാല്യത്തിന് 3.5 കോടി പാഠപുസ്തകങ്ങൾ ഇൻഡൻറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാം വാല്യത്തിൽ 1,90,00,000 പാഠപുസ്തകങ്ങൾ ഇൻഡൻറ്റ് ചെയ്തിട്ടുണ്ട്. 2025-26 അധ്യയന വർഷം ഒന്നാം വാല്യത്തിൽ 3,80,00,000 പാഠപുസ്തകങ്ങൾ, രണ്ടാം വാല്യത്തിൽ 2,16,00,000 പാഠപുസ്തകങ്ങൾ ഇൻഡൻറ്റ് ചെയ്തിരുന്നത്.
2026-27 അധ്യയന വർഷത്തിലേക്ക് 68 ലക്ഷം പാഠപുസ്തകങ്ങളുടെ അച്ചടി നിലവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. പാഠപുസ്തക വിതരണം 2026-27 അധ്യയന വർഷത്തിലേക്ക് 68 ലക്ഷം പാഠപുസ്തകങ്ങളുടെ അച്ചടി പൂർത്തിയായതിൽ 51 ലക്ഷം പാഠപുസ്തകങ്ങൾ വിതരണത്തിനായി KVPS വിവിധ ഹബ്ബുകളിൽ എത്തിച്ചിട്ടുണ്ട്. KVPSൽ നിലവിൽ പ്രതിദിനം 3 ലക്ഷം പാഠപുസ്തകങ്ങൾ അച്ചടി പുരോഗമിക്കുകയാണ്. 2025-26 അധ്യയന വർഷം മാർച്ച് 2-ാം വാരത്തോട് വിതരണം ആരംഭിക്കുകയും മെയ് അവസാനത്തോടുകൂടി വിതരണം പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു. സൗജന്യ കൈത്തറി സ്കൂൾ യൂണിഫോം. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും കൈത്തറി വകുപ്പിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന സൗജന്യ യൂണിഫോം പദ്ധതി 2 ഘട്ടങ്ങളിലായിട്ടാണ് നടപ്പിലാക്കുന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന് കീഴിൽ വരുന്ന സൗജന്യ യൂണിഫോം പദ്ധതിയും സൗജന്യ കൈത്തറി യൂണിഫോം പദ്ധതിയും സംസ്ഥാനത്തെ സ്റ്റാൻഡ് എലോൺ LP UP സർക്കാർ സ്കൂളുകളിലെയും 1 മുതൽ 4 വരെയുള്ള എയ്ഡഡ് LP സ്കൂളുകളിലെയും കൈത്തറി വകുപ്പ് വഴി കൈത്തറി യൂണിഫോം നൽകി വരുന്നു. കൈത്തറി യൂണിഫോം ലഭിക്കാത്ത 1 മുതൽ 8 വരെയുള്ള ഗവൺമെൻറ് ഹൈസ്കൂളിലെ LP വിഭാഗം ആൺകുട്ടികൾക്കും 1 മുതൽ 8 വരെയുള്ള എയ്ഡഡ് ഹൈസ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ഇതോടൊപ്പം 1 മുതൽ 5 വരെയുള്ള എയ്ഡഡ് LP സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ഒരു കുട്ടിക്ക് 2 ജോഡി യൂണിഫോമിന് 600 രൂപ നിരക്കിൽ അലവൻസ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് നൽകി വരുന്നു. പ്രസ്തുത 2 വിഭാഗങ്ങളുടെയും ഉൾപ്പെടാത്ത സർക്കാർ ഹൈസ്കൂളുകളിലെ BPL ആൺകുട്ടികൾ, SC ST കുട്ടികൾ, മുഴുവൻ പെൺകുട്ടികൾ എന്നീ വിഭാഗത്തിൽ SSK യൂണിഫോം തുക നൽകുന്നു. 2026-27 അധ്യയന വർഷത്തെ കൈത്തറി യൂണിഫോം വിതരണത്തിനുള്ള കുട്ടികളുടെ വിവരങ്ങൾ കൈറ്റ് വെബ്സൈറ്റ് മുഖേന ലഭ്യമായത് പ്രകാരം 8,193 കുട്ടികൾക്കാണ് വിതരണം ചെയ്യേണ്ടത്. പ്രസ്തുത വിവരം വ്യവസായ വകുപ്പ് ഡയറക്ടറെ അറിയിച്ചിട്ടുണ്ട്. പാഠപുസ്തകം യൂണിഫോം സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം 2ൻ്റെയും സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം ഈ മാസം 13-ന് വൈകുന്നേരം 4:30 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരുവനന്തപുരം പട്ടം സെൻറ് മേരീസ് സ്കൂളിൽ വെച്ച് നിർവഹിക്കുന്നതാണ്. SLC പരീക്ഷയുടെ സംബന്ധിച്ചിടത്തോളം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള പ്രചരണങ്ങൾ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നടപ്പിലാക്കി വരുന്ന സമഗ്ര പരിഷ്കാരങ്ങൾ നിർണായക ഘട്ടത്തിലാണ്. സംസ്ഥാനത്തെ SSLC, THSLC, AHSLC പരീക്ഷകളുടെ സമയക്രമം ഇതിനോടകം നിശ്ചയിച്ചു കഴിഞ്ഞു. പൊതുപരീക്ഷ മാർച്ച് മാസം 5-ന് ആരംഭിക്കും. പുതിയ പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇത്തവണത്തെ പരീക്ഷ എന്നതിനാൽ ചില കോണുകളിൽ നിന്ന് ബോധപൂർവമായ ആശങ്കകൾ സൃഷ്ടിക്കുവാൻ ശ്രമം നടത്തുന്നുണ്ട്. ഇത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. ചോദ്യ മാതൃകകൾ അധ്യയന വർഷാരംഭത്തിൽ തന്നെ SCERTയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഓണപ്പരീക്ഷയിലും ക്രിസ്മസ് പരീക്ഷയിലും ഈ പുതിയ മാതൃകകൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കൈറ്റ് വിക്ടേഴ്സ് ചാനൽ വഴി പുതിയ ചോദ്യപേപ്പറുകളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടികൾ ഉടൻ തന്നെ ആരംഭിക്കും. സിലബസ് ലഘൂകരണം സംബന്ധിച്ച് സ്കൂൾ ബാഗിൻ്റെ ഭാരം കുറയ്ക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാൽ 10ാം ക്ലാസ്സിലെ സിലബസ് ഒറ്റയടിക്ക് വെട്ടിക്കുറയ്ക്കണമെന്ന പ്രചരണം ശരിയല്ല. ഫീൽഡിൽ നിന്നുള്ള ഫീഡ്ബാക്കുകൾ പരിശോധിച്ച ശേഷം കുട്ടികളുടെ താല്പര്യം മുൻനിർത്തി മാത്രമേ ഇതിൽ അന്തിമ തീരുമാനമെടുക്കൂ. SLC പരീക്ഷയിൽ ഉന്നത പഠനത്തിന് യോഗ്യത നേടുന്ന എല്ലാ കുട്ടികൾക്കും 11ാം ക്ലാസ്സിൽ പഠിക്കുവാനുള്ള സൗകര്യം സർക്കാർ ഉറപ്പാക്കുന്നുണ്ട്. അതിനാൽ കുട്ടികളോ രക്ഷാകർത്താക്കളോ ഒട്ടും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കുട്ടികളുടെ ആത്മവിശ്വാസം കെടുത്തുന്ന സോഷ്യൽ മീഡിയ പ്രചരണങ്ങളിൽ നിന്ന് തൽപര കക്ഷികൾ പിന്മാറണം. കുട്ടികൾ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതുക. പരീക്ഷ നടത്തിപ്പും അതിൻ്റെ മുന്നൊരുക്കങ്ങളും ചോദ്യപേപ്പർ ഉണ്ടാക്കുന്നത് അടക്കമുള്ള മറ്റ് ഉത്തരവാദിത്വങ്ങളെല്ലാം പരമരഹസ്യമായിട്ടാണ് നടക്കുന്നത്. ചോദ്യപേപ്പർ നിർമ്മാണത്തിന് തന്നെ നടപടിക്രമങ്ങളുണ്ട്. പ്രിൻ്റ് ചെയ്യുന്നത് ഈ സംസ്ഥാനത്ത് പോലുമല്ല. അത്രയും ജാഗ്രതയോടുകൂടി നടത്തുന്ന പരീക്ഷയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ചില കോണുകളിൽ നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇത്തരക്കാർ സ്വന്തമായി പ്രഖ്യാപിക്കുകയാണ് ഇത്തവണത്തെ പരീക്ഷ കടുപ്പം ഏറിയത് ആയിരിക്കുമെന്ന്. ഇങ്ങനെ കുട്ടികളെയും രക്ഷാകർത്താക്കളെയും മാനസികമായി പേടിപ്പിക്കുകയാണ്. ഇത്തരം അഭിപ്രായങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവരുവാൻ ഒരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായി പോലീസും വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് ഒരു കാരണവശാലും വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും വ്യാജ പ്രചാരണങ്ങളിൽ കുടുങ്ങരുത്. സർക്കാർ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും. കുട്ടികൾക്ക് ദോഷകരമായി ഭവിക്കുന്ന ഒരു തീരുമാനവും പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുണ്ടാവില്ല. അതെ, നമ്മുടെ ചട്ടം 300 അതായത് കുറച്ച് നീണ്ടതാണ്. അത് ഈ എയ്ഡഡ് ഈ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അപ്പോയിൻമെൻറ്റ് അതിൻ്റെ 10-20,000-ഓളം 22,000-ഓളം വരുന്ന അധ്യാപകരെ പ്രത്യക്ഷമായും പരോക്ഷമായും ബാധിക്കുന്നൊരു പ്രശ്നമാണ്. അതിൽ ഗവൺമെൻറ് സ്വീകരിച്ച നടപടി എന്താണെന്ന് സംബന്ധിച്ചുള്ള സഭയെ അറിയിക്കണമല്ലോ, സഭയിലൂടെ സമൂഹത്തെ അറിയിക്കണമല്ലോ. ഒരു പത്രസമ്മേളനം നടത്തി പറയുന്നതിനേക്കാൾ സഭയിൽ അവതരിപ്പിക്കുന്നതിന് അതിൻ്റേതായ ഒരു അംഗീകാരം ഉണ്ടല്ലോ. അതിൽ പറഞ്ഞിരിക്കുന്നത് ഭിന്നശേഷി സംവരണം എന്ന് മുതൽ ആരംഭിച്ചു 3%, 4%. അത് പിന്നെ ഹൈക്കോടതിയിലെ കേസുകളിൽ മാനേജ്മെൻറ്റ് പോയപ്പോൾ പരാജയപ്പെട്ടു. അത് അവർ ഡിവിഷൻ ബെഞ്ചിലും സിംഗിൾ ബെഞ്ചിലും പരാജയപ്പെട്ട ശേഷം സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ പോയപ്പോൾ പരാജയത്തിൻ്റെ വക്കിലെത്തിയപ്പോൾ അവർ കേസ് പിൻവലിക്കുന്നതിന് വേണ്ടി തയ്യാറായി. അപ്പോൾ അങ്ങനെയൊക്കെ തയ്യാറായ അവസരത്തിലും ഈ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്ന നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായത്. മാനേജ്മെൻറ്റില്ല, ഈ ഉദ്യോഗാർത്ഥികളെ സഹായിക്കുന്ന നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. ഗവൺമെൻറ് 50ഓളം വരുന്ന ക്ലാരിഫിക്കേഷൻ ഉത്തരവുകൾ ഇറക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. അതൊരു ചെറിയ കൈപ്പുസ്തകമായിട്ട് തന്നെ ഇറക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഏറ്റവും ഒടുവിൽ ഈ ഒരു ഘട്ടത്തിലും മാനേജ്മെൻറ്റിൻ്റെ ഈ പ്രത്യക്ഷമായി സമരരംഗത്ത് വരുന്നവർ പലരും കോടതിയെ സമീപിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ഇപ്പോൾ പിന്നെ NSS അതിനുശേഷമാണ് കോടതിയിൽ പിന്നെ പോകുന്നത്. അപ്പം ഈ ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായം ഇത് ഏതെങ്കിലും നിലയിൽ പരിഹാരം കാണുക എന്നുള്ള സംഗതിയാണ്. എന്തുകൊണ്ട് അങ്ങനെ നിലപാട് സ്വീകരിച്ചെന്ന് ചോദിച്ചാൽ, ഈ നിയമത്തിൽ പറയുന്നത് പോലെയുള്ള പിന്നെ പ്രയോറിറ്റി അനുസരിച്ചുള്ള ആൾക്കാരെ പല മാനേജ്മെൻറ്റിനും കിട്ടുന്നില്ല. ഞാൻ ആ റൂൾ 300 പറയുന്നുണ്ട്. ഫസ്റ്റിൽ കാഴ്ച പരിമിതിയുള്ളവർ, അങ്ങനെ 1, 2, 3, 3 പറയുന്നുണ്ട്. അത് അവരെ കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഒരു വർഷക്കാലം മാനേജ്മെൻറ്റ് കാത്തിരിക്കേണ്ട സാഹചര്യമുണ്ട്. ഒരു വർഷക്കാലം കഴിഞ്ഞിട്ട് മറ്റു നടപടിയിലേക്ക് വീണ്ടും പോകാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെയാണ് NSS മാനേജ്മെൻറ്റ് പോയ അവസരത്തിൽ രണ്ട് കാര്യങ്ങൾ ഗവൺമെൻറ് പറഞ്ഞു. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭിന്നശേഷിക്കാർക്ക് ഈ പറയുന്ന സംവരണം കിട്ടണം നിർബന്ധമായിട്ട്. 2, ഇപ്പോൾ ഡെയിലി വേജസിലും ഒക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് അവരെ നിയമിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം ഉണ്ടാവണം. അതിന് ഗവൺമെൻറ് എതിരില്ല. അത് കോടതി അംഗീകരിച്ചു വന്നു SLPയിൽ അംഗീകരിച്ച് വന്നപ്പോഴാണ് നമ്മൾ ഒരു ലീഗൽ ഒപ്പീനിയൻ അഡ്വക്കേറ്റ് ജനറലിനെ തേടിയത്. നമുക്ക് അഡ്വക്കേറ്റ് ജനറൽ പറയുന്നത് നമുക്ക് ലീഗൽ ഒപ്പീനിയൻ ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞു ഇത് ഈ മാനേജ്മെൻറ്റിന് വേണ്ടി മാത്രമാണ് ഈ കേസെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികളായി മുന്നോട്ട് പോയി. അപ്പോഴാണ് ഇത് പിന്നെ സമരവും കാര്യങ്ങളൊക്കെ വന്ന അവസരത്തിൽ മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഒരു യോഗം ചേർന്ന ശേഷം കോടതിയിൽ അഡ്വക്കേറ്റ് ജനറലിനെയും ഉണ്ടായിരുന്ന യോഗത്തിൽ സുപ്രീം കോടതിയിൽ നമ്മൾ സീനിയർ അഡ്വക്കേറ്റിനെ എൻഗേജ് ചെയ്ത് ഈ വിധിനായ മറ്റ് മാനേജ്മെൻറ്റുകൾക്കും ബാധകമാക്കാം എന്നുള്ള നിലയിലുള്ള നിലപാട് സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞു. നമ്മളങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു. ആദ്യത്തെ ദിവസം കേസ് ജഡ്ജി പറഞ്ഞു ഞങ്ങൾക്ക് കൂടുതൽ പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി ജഡ്ജി മാറ്റി വേറെ ദിവസത്തേക്ക് വെച്ചു. അപ്പോഴാണ് നേരത്തെ ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഏതാണ്ട് 400 പേര് പോലും 100-100-100-100-ലധികം വരുന്ന കേസുകൾ. അത് ചില സംഘടനകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല.
ഹയർ സെക്കൻഡറിയിലുള്ള അധ്യാപകരുണ്ട്, ഹയർ സെക്കൻഡറിയിലെ അധ്യാപക സംഘടനകളുണ്ട്, ചില രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യാപക സംഘടനകളുണ്ട്. അവരെല്ലാം കൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ഭാഗം കൂടെ കേൾക്കണം, അതുകൊണ്ട് ഈ കേസ് ഞങ്ങൾക്ക് കൂടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് ഫയൽ ചെയ്യുന്നതിനുള്ള അവസരം കിട്ടണം. അതിൻ്റെ അർത്ഥം വെച്ചാൽ ഇത് കേസ് നീട്ടിക്കൊണ്ട് പോകുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഏപ്രിൽ മാസത്തേക്ക് കേസ് കോടതി നീട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടന്നിരിക്കുന്നു എന്നുള്ള പോലെ ആർക്കും അറിയില്ല. ഈ സമരം ചെയ്യുമ്പോൾ ആൾക്കാർ ധരിച്ചിരിക്കുന്നത് എന്താ, ഇത് മനഃപൂർവ്വം ഗവൺമെൻറ് ഒന്നും ചെയ്യാത്തതാണെന്നുള്ള സംഗതി. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗം അവതരിപ്പിക്കുന്നതിന് വേണ്ടി റൂൾ 300 ഉപയോഗിക്കാം. അങ്ങനെ അത് അവതരിപ്പിച്ചതാണ്. അതിന് ഞാൻ പറഞ്ഞു. അല്ല, അത് കോടതി പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. അല്ലല്ല, സർക്കാരിൻ്റെ അത് അതിൻ്റെ കേസിൻ്റെ ഓരോ ദിവസമുള്ള പ്രോഗ്രസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും സർക്കാർ ആ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് 29 പെറ്റീഷനുകളായി 442 പേർ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുക. നമ്മളതിൽ വളരെ സിൻസിയറായിട്ട് ഇടപെട്ടിരിക്കുകയാണ്. അത് മാധ്യമങ്ങൾ അങ്ങനെ വളച്ചൊടിക്കാൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യാൻ മണിയേണ്ട. സുപ്രീം കോടതിയിൽ നമുക്ക് ജഡ്ജിമാരോട് വല്ലതും പറയാൻ പറ്റുമോ? ഇല്ലെങ്കിൽ പിന്നെ മമതാ ബാനർജി ചെയ്യുന്ന പോലെ സുപ്രീം കോടതി നമുക്കിനി വാദിക്കാൻ ഉള്ള അവസരമൊന്നും കിട്ടുകയില്ല, അതിനോട് കഴിയുകയില്ല. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഞങ്ങൾ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ ഒന്നുകൂടെ അത് പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് പുറകോട്ടാക്കാൻ വേണ്ടി കോടതിയെ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ വേറൊരു കാര്യം ആലോചിക്കുന്നുണ്ട്. അത് നടക്കുന്ന കാര്യം ആണെന്ന് തോന്നുന്നില്ല. കേസ് കൊടുത്തവരുടെ പേര് പറഞ്ഞല്ലോ, അവരെ ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് നിയമനം കൊടുക്കാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ എന്ന് സംബന്ധിച്ചിടത്തോളം ഒരു നിയമ ഉപദേശം തേടണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ ഈ മെനഞ്ഞാന്ന് രാവിലെയും ബുധനാഴ്ച ഇന്നലെ രാവിലെയും ചങ്ങനാശ്ശേരി പിതാവ് ചങ്ങനാശ്ശേരി സഭയുടെ പിതാവുമായിട്ട് സംസാരിച്ചിരുന്നു. അവരെല്ലാം ബാംഗ്ലൂരിൽ, എല്ലാ പിതാക്കന്മാരും ബാംഗ്ലൂരിൽ അവരുടെ എന്തോ ഒരു ഉന്നതതല യോഗം ചെയ്യാൻ അവിടെയാണ് ഞാൻ സംസാരിച്ചിരുന്നു. അല്ല, അവർക്ക് കാര്യം മനസ്സിലായി എന്താണെന്നുള്ളവർ. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ ഡയറക്ടറോട് ഒരു അന്വേഷണം നടത്തി എന്താ അവിടെ സംഭവിച്ചുള്ള റിപ്പോർട്ട് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു രീതിയും സംസ്കാരവും ഒക്കെ തന്നെ കേരളത്തിനുണ്ട്. അതൊന്നും വസ്ത്രത്തിൻ്റെ പേരിലോ ആഹാരത്തിൻ്റെ പേരിലോ ഒന്നും തടയപ്പെടാൻ പാടില്ല എന്നുള്ള നിലയിലുള്ള നിലപാടാണല്ലോ നമ്മുടെ നിലപാടെന്ന് പറയുന്നത്. അതിന് വിരുദ്ധമായിട്ടുള്ള നിലപാട് എടുക്കാൻ വേണ്ടി ഒരു കാരണവശാലും അനുവദിക്കില്ല. ഇല്ല, ഒരു പരിഷ്കാരം നടപ്പിലാക്കുന്നില്ല. ഇല്ല, ഞാൻ പറഞ്ഞത് വളരെ ക്ലിയറാണ്. അത് അങ്ങനെ കൊണ്ടുവരികയായിപ്പോൾ. ഞാൻ പറഞ്ഞത് ഒരു സ്കൂളിൽ ഞാൻ പങ്കെടുക്കാൻ ചെന്നപ്പോൾ, ഞാനത് കഥ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി
എനിക്ക് ഒരു കുറിപ്പ് കൊണ്ടുവന്നു. ആ കുറിപ്പിൽ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ അയാളുടെ ഈ പുസ്തകമിട്ട സഞ്ചി കൊണ്ട് അയാൾക്ക് മുകളിലോട്ട് 4ാമത്തെ നിലയിലെ ക്ലാസ്സിലേക്ക് കയറാൻ വേണ്ടി പറ്റത്തില്ല. അയാൾക്ക് നട്ടിൽ നല്ല വേദന എടുക്കുകയാണ്. തിരിച്ച് വീട്ടിൽ ചെന്നാൽ പുസ്തകം എടുത്ത് വായിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഉറങ്ങുകയാണ്. അമ്മ വഴക്ക് പറയുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കാര്യം ചെയ്യണം, ഒന്നുകിൽ ഈ ഭാരം കുറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഈ ഞങ്ങൾക്ക് ലിഫ്റ്റ് വേണം. ഞങ്ങളുടെ സ്കൂളുകളിൽ ലിഫ്റ്റ് എനിക്ക് കയറി പോകണ്ട, ലിഫ്റ്റിൽ ദീർഘമായ കത്താണ്, ഞാൻ വച്ചിട്ടുണ്ട് ആ കത്ത്. എനിക്ക് ലിഫ്റ്റിൽ പോകണ്ട, പുസ്തകത്തിൻ്റെ ലിഫ്റ്റിൽ കയറ്റി മുകളിൽ കൊണ്ടുപോകാം. അപ്പോൾ എനിക്ക് പ്രശ്നമല്ല അവന്. ഞാനത് അവിടെ ആ യോഗത്തിൽ തന്നെ അവന് പറയുകയും ചെയ്തു, ഇങ്ങനൊരു കത്ത് കിട്ടിയിട്ടുണ്ട്, നമ്മൾ ഇനി കെട്ടുന്ന പുതിയ സ്കൂളുകളിൽ ലിഫ്റ്റും കൂടെ വയ്ക്കാൻ വേണ്ടി പറയാം. പരമാവധി അനുശേഷം കൂടുന്ന പുതിയ കെട്ടിടങ്ങളിൽ ലിഫ്റ്റും വെച്ചിട്ടുണ്ട്. ഭിന്നശേഷി സൗഹൃദമാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് പറഞ്ഞു, ഇത് പാഠപുസ്തകങ്ങളുടെ പൊതുവിൽ കനം കുറയ്ക്കേണ്ടതാണ്. 20% നമുക്ക് കുറയ്ക്കേണ്ടി വരും. കാര്യം വെച്ചാൽ 1 മുതലുള്ള കാര്യങ്ങളെടുത്താൽ അതിൽ റിപ്പീറ്റേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ കുറച്ചുകൂടെ വലിച്ചു നീട്ടി ഉള്ള കാര്യങ്ങളുണ്ടാവും. അതെല്ലാം കുറച്ചുകൂടി നമുക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി കഴിയും. ഇപ്രാവശ്യം പുതിയ പുസ്തകമാണ് ഇറങ്ങിയ 10-15 വർഷത്തിന് ശേഷം ഇറക്കിയിട്ടുള്ള പുതിയ പുസ്തകമാണ്. ഓരോ വർഷം കഴിയുന്തോറും വിജ്ഞാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം കഴിയുന്തോറും പല ഇനങ്ങളും നമുക്ക് കുട്ടികളെ പഠിച്ചത് മാറ്റിയിട്ട് പുതിയ കാര്യങ്ങൾ എടുക്കേണ്ടി വരും. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതും SSLCയുടെ പരീക്ഷയും തമ്മിൽ ഒരു ബന്ധവുമില്ല. SSLCയുടെ പരീക്ഷ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇത് പറയട്ടെ, ഇത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാമല്ലോ, ഒരു മോഡൽ പരീക്ഷ കോഴിക്കോടുള്ള ഒരു കക്ഷി MS സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു കക്ഷി, അത് പോലീസ് അറസ്റ്റ് ചെയ്തതോടുകൂടി ആ കാര്യങ്ങൾ തീർന്നു. ഇന്നിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനലിൽ ഒരു കക്ഷി ഇരുന്ന് അങ്ങനെ ഭയങ്കര MS സൊല്യൂഷൻ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ചത് അയാൾ ഭയങ്കര ഇരുന്ന് ഇവരങ്ങ് ആധികാരികമായിട്ട് ഇവരെല്ലാം വേറെ കുറേ ആൾക്കാർ തീരുമാനിക്കുകയാണ്. ഇവർ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടോ? നമ്മളിപ്പോൾ SSLCക്ക് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ ഇവർ കണ്ടിട്ടുണ്ടോ? ഇവർക്ക് അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് അറിയാമോ? എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കണമെന്ന് പോലും അവർക്കറിയില്ല. ഏത് പ്രസ്സിലടിച്ചെന്ന് അവർക്ക് അറിയില്ല. ഒരു ധാരണയില്ലാതെ വീണ്ടും MS സൊല്യൂഷൻ ഇറങ്ങിയിട്ടുണ്ട്. അത് പോലീസിന് പരാതി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് കുട്ടികൾക്കാകെ ഭയപ്പെടുന്ന രൂപത്തിലുള്ളതാണ് പറയുന്നത്. കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഞാൻ മന്ത്രി എന്ന നിലയിൽ തന്നെ വ്യക്തമാക്കുകയാണ്, കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന പ്രശ്നമില്ല. എന്താ അങ്ങനെ ഇറക്കാറില്ലല്ലേ? പറഞ്ഞ സാധാരണ നടപടിക്രമമാണ്. സാധാരണ എല്ലാ പരീക്ഷകളും നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ യൂണിറ്റിൽ നിന്നും എത്ര മാർക്കാണ് വാർഷിക പരീക്ഷയ്ക്ക് ചോദിക്കുക എന്നുള്ളത് ദേശീയ തലത്തിൽ CBSE അടക്കമുള്ള എല്ലാ ബോർഡുകളും ചെയ്യുന്നതാണ്. ആ രീതിയിലുള്ള സാധാരണ നടപടിക്രമം മാത്രമേ ഇപ്രാവശ്യവും നമ്മൾ ചെയ്തിട്ടുള്ളൂ. അത് പുതിയ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ ഈ വർഷം അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം തന്നെ ഓരോ യൂണിറ്റിൽ നിന്നും എത്രയാണ് വെയിറ്റേജ്, എത്ര മാർക്കാണ് വരാൻ പോകുന്നത് എന്നുള്ളതും കുട്ടികൾക്ക് മുൻകൂട്ടി കാണാൻ പറ്റും. അതിനനുസരിച്ച് അതിൻ്റെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർക്ക് പഠിക്കാം. MS സൊല്യൂഷൻ കോഴിക്കോടുള്ള ഇപ്പം വന്നേക്കുന്ന അല്ലേ ഇങ്ങോട്ടൊന്നേ അല്ല, ഇതൊക്കെ ഇതൊന്നൊരു മാധ്യമങ്ങൾക്കൊരു ഇത് കിട്ടാൻ വേണ്ടി മത്സരിക്കേണ്ട കാര്യമല്ലേ? കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇതിവിടെ ഇവരെ കാണിക്കുന്നത് വേണ്ടതാണ്.
വിദ്യാഭ്യാസ വകുപ്പ് റെഡിയാണ്. അതിനർത്ഥം ഈ വർഷത്തെ കുട്ടികൾക്കും ഇത് അമിതഭാരം തന്നെയല്ലേ എന്നത് കൃത്യമായിട്ട് അവർ സമ്മതിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇനി ഇതിനെതിരെ നമുക്ക് പ്രതികരിക്കാനൊന്നുമില്ല. കാര്യം ജയിലിൽ ഉണ്ടാകുന്ന ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. എന്റെ ഭാഗത്തുള്ള സജഷൻ, റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഈ വർഷത്തെ കുട്ടികളെ ഒരു അല്പമെങ്കിലും പരിഗണിക്കണം. എങ്ങനെ പരിഗണിക്കണം എന്നറിയോ? പബ്ലിക് എക്സാം മാർച്ച് നടക്കാം. ആ പരീക്ഷാ പേപ്പറിൽ 20% ചോദ്യങ്ങൾ കടുപ്പിക്കുന്ന ചോദ്യങ്ങളാണ്. അത് വല്ലാതെ കടുപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നു. അതാണ് 20% ചോദ്യങ്ങൾ കടുപ്പിക്കുമെന്ന്, ഇവർ അമിതമായിട്ട് ഭാരം ഏറ്റെടുക്കുകയും 20% ചോദ്യങ്ങൾ കടുപ്പിക്കുമെന്നും 40,000 രൂപ പിന്നെ വാങ്ങിയിട്ട് ട്യൂഷൻ പഠിക്കുന്ന കക്ഷിയാണ്. എം എസ് സൊല്യൂഷൻസ് +1 പരസ്യം കിടക്കുന്നു, അയാളുടെ പടവും വെച്ചിട്ട് 40,000 4,000 മന്ത്ലി 4,000. ഇങ്ങനെ കുറേ ട്യൂഷൻ പിന്നെ കടകളാണ്, ട്യൂഷൻ കടകൾ തന്നെയാണ് ഈ കുട്ടികളെ എല്ലാം ഇങ്ങനെ വേദനിപ്പിക്കുന്ന നിലയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ തന്നെ പ്രഖ്യാപിച്ചേക്കാണ് 20% ചോദ്യം കടുപ്പപ്പെട്ട ചോദ്യമായിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം ഇനി കാര്യങ്ങൾ. വേറെ ഒന്നുമില്ലല്ലേ? അത് ശരിയാവും. ഒരു ഉത്തരവ് ഇറക്കി ധനവകുപ്പ് ഇന്നും കൂടെ ഫയൽ വന്നു കഴിഞ്ഞാൽ അതും കൂടെ വെച്ചിട്ട് അടുത്ത ആഴ്ച, ഈ കൊല്ലമല്ല 2 ആഴ്ചയ്ക്കകം, അത് കഴിഞ്ഞ് നമുക്ക് അവസരമില്ലല്ലോ. അല്ല, ഈ നമ്മൾ മന്ത്രി എന്നുള്ള നിലയിലുള്ള ഉത്തരവാദിത്വം തീരാൻ വേണ്ടി ഇനി ചെയ്യേണ്ട കാര്യമായിരുന്നു. കുറച്ച് നീട്ടിക്കൊണ്ട് പോയി. എന്താ പറയുക, നമ്മുടെ ഒരു സംവിധാനങ്ങളല്ലേ. അല്ല അതിനുശേഷമൊക്കെയാണല്ലോ ഇത് കുറച്ച് സ്പീഡായി വന്നത്. ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ UID എന്ന് പറഞ്ഞാൽ നിങ്ങളത് പറയുന്നതല്ലേ കേട്ടോ അനീഷേ, UID സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ പിന്നെ നമ്മുടെ കേരള എഡ്യൂക്കേഷൻ റൂളിലും അതേപോലെ തന്നെ ചട്ടങ്ങളിലുമൊക്കെ തന്നെ UIDയെ സംബന്ധിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. നമുക്ക് ആ UIDയുടെ പിന്നെ തത്വം മറികടന്നുകൊണ്ട് പോകണമെങ്കിൽ കുറച്ച് പാടുണ്ട്. നമ്മളിപ്പോൾ അത് UID മുഖാന്തരമുള്ള കുട്ടികളുടെ എണ്ണം നിശ്ചയിച്ചാൽ മാത്രമേ അധ്യാപകരുടെ തസ്തിക നിർണ്ണയം ശരിയായി വരുവുള്ളൂ. അപ്പം UIDയിൽ പറയുന്നത് ഇന്ന നമ്പർ 20 ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികൾ വേണമെന്ന് ഉണ്ടല്ലോ. അതില്ലാത്തതാണല്ലോ പ്രശ്നമെന്ന് പറയുന്നത്. അതില്ലാത്തവർക്ക് എക്സെപ്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കോടതി ലോകത്തിന് മറ്റുള്ളവർ പോകാൻ വേണ്ടി സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ റിസ്ക് എടുത്തതിൻ്റെ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. അതൊക്കെയാണ് ഇതിൻ്റെ താമസം വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി ആലോചിച്ചത് വെച്ചാൽ ഈ പറഞ്ഞ സമയം താമസിച്ചു. അടുത്ത അക്കാഡമിക് ഇയറിൽ ഒരു കോമൺ സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ അവസാനിപ്പിക്കാം.